നിങ്ങൾക്ക് സൂര്യനെ പോലെ തിളങ്ങണം അല്ലേ? അങ്ങനെയെങ്കിൽ ആദ്യം നിങ്ങൾ സൂര്യനെ പോലെ കത്തിജ്വലിക്കണം. ഡോക്ടർ APJ അബ്ദുൽ കലാം. എല്ലാ കൂട്ടുകാർക്കും നന്മയും സ്നേഹം നിറഞ്ഞൊരു നല്ല സുദിനം ആശംസിക്കുന്നു. ഇറ്റ്സ് മീ നീതു. നമ്മളിന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്ന് പറഞ്ഞാൽ വിസ്ഡം ഈസ് നോളജ്, അല്ലെങ്കിൽ അറിവും തിരിച്ചറിവും. അറിവില്ലാത്തതല്ല, തിരിച്ചറിവില്ലാത്തതാണ് ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം. കണ്ടും കേട്ടും വായിച്ചും അനുഭവിച്ചും അറിഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഒരാളുടെ അറിവ്. മദ്യം കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് കുടിക്കുന്നവർക്കും കൊടുക്കുന്നവർക്കും അറിയാം. എന്നാൽ കുടിക്കുന്നവർക്ക് തിരിച്ചറിവുണ്ടാവുന്നത് ജീവിതത്തിൽ മദ്യം കാരണമുണ്ടാകുന്ന ട്രാജഡികൾ ഉണ്ടാകുമ്പോഴാണ്. ലിവർ ഡിസീസ് പോലുള്ള രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, അതുമല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടായിട്ട് എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുമ്പോൾ മാത്രം. ചിലപ്പോൾ അപ്പോഴേക്കും നമ്മുടെ കാലിൻ്റെ അടിയിലെ അവസാന മണൽത്തരിയും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കാം. വായന നല്ല ശീലമാണ് അല്ലേ? എന്നാൽ വായിച്ചത് കൊണ്ട് മാത്രം അറിവുണ്ടാവുമോ? ഉണ്ടാവും, എന്നാൽ അവിടെ തിരിച്ചറിവുണ്ടാകുന്നില്ല. തിരിച്ചറിവുണ്ടാകണമെങ്കിൽ വരികൾക്കിടയിലൂടെ വായിക്കണം. മഹാത്മാഗാന്ധിയോട് ഒരു പെൺകുട്ടി ചോദിച്ചു, ബാപ്പുജി, എന്താണ് ജനാധിപത്യം, അല്ലെങ്കിൽ എന്താണ് ഡെമോക്രസി എന്ന്. അദ്ദേഹം ഉത്തരം പറഞ്ഞു, 10 ആളുകൾ ഓടിയാൽ ഒരാളല്ലേ ജയിക്കൂ മോളെ. ആ ജയിച്ച വ്യക്തി ആലോചിക്കണം, എൻ്റെ കൂടെ 9 ആളുകൾ ഓടിയത് കൊണ്ടാണ് ഞാൻ ജയിച്ചത്, അല്ലെങ്കിൽ ആ 9 ആള് തോറ്റത് കൊണ്ടാണ് ഞാൻ ജയിച്ചത് എന്ന്. ഒരാൾ തനിച്ചോടിയാൽ ജയിക്കില്ല. അതൊരു തിരിച്ചറിവാണല്ലോ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഹൈദരാബാദിൽ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്കൊരു ഒളിമ്പിക്സ് ഉണ്ടായിരുന്നു. അവിടെ ട്രാക്കിൽ 10 കുട്ടികളെ ഓടാനായി റെഡിയാക്കി വെച്ചു. അവർക്കുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തു. വിസിലടിച്ചാൽ പിന്നെ തിരിഞ്ഞു നോക്കാൻ പാടില്ല, ഓട്ടം സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ എല്ലാവരും വളരെ ത്രില്ലടിച്ച് നിൽക്കുകയാണ്. സൈറൺ മുഴങ്ങി. കുട്ടികൾ ഓട്ടം ആരംഭിച്ചു. പെട്ടെന്ന് കൂട്ടത്തിലൊരു പെൺകുട്ടി ട്രാക്കിൽ മറിഞ്ഞു വീണു. ഓടിക്കൊണ്ടിരുന്ന കുട്ടികൾ ഓട്ടം നിർത്തി. ആ വീണ കുട്ടിയെ എഴുന്നേൽപ്പിച്ച് ആ കുട്ടിയുടെ കൈയും പിടിച്ച് ട്രാക്കിലൂടെ പിന്നീട് നടക്കുകയാണ് ഉണ്ടായത്. അവിടെ ആരും ജയിച്ചുമില്ല, ആരും തോറ്റുമില്ല. ജയാപരാജയങ്ങൾക്കപ്പുറമാണ് തിരിച്ചറിവ് എന്ന ആ കുഞ്ഞുങ്ങൾ ലോകത്തിന് കാണിച്ചു തന്നു. എന്നിട്ടും നമ്മളാ കുട്ടികളെ വിളിക്കുന്നത് സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ, അല്ലെങ്കിൽ മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള കുട്ടികൾ എന്നാണ്. തോറ്റവന്റെ കൂടെ നിൽക്കാൻ കഴിയുന്ന മാനസിക ബോധം അതുണ്ടല്ലോ, അതാണ് കിട്ടാവുന്ന തിരിച്ചറിവിൽ ഒന്ന് എന്ന് പറയുന്നത്. ചില തിരിച്ചറിവുകളാണ് നമ്മുടെ ജീവിതത്തിന്റെ ഗതി തന്നെ നിർണ്ണയിക്കുന്നത്. വിദ്യാഭ്യാസം നേടിയെടുത്തത് കൊണ്ട് മാത്രം നമുക്ക് തിരിച്ചറിവുണ്ടാവുന്നു? ഇല്ല. അവിടെ നമുക്കുണ്ടാവേണ്ടത് എന്താണ്? തിരിച്ചറിവാണ്. അറിവിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് തിരിച്ചറിവ്. അത് വേറെ തന്നെ ഒരു തലമാണ്. അവിടെയാണ് നമ്മൾ മറ്റുള്ളവർ കാണാത്തത് കാണും, മറ്റുള്ളവർ കേൾക്കാത്തത് കേൾക്കും. അതാണ് തിരിച്ചറിവിന്റെ പവർ. തിരിച്ചറിവ് നേടുക എന്നത് അറിവ് നേടും പോലെ അത്ര സിമ്പിളല്ല. അത് നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അറിവും തിരിച്ചറിവും ഒരുപോലെ ഒത്തുചേരുമ്പോഴാണ് ഒരാളുടെ മഹത്വം വർദ്ധിക്കുന്നത്. നമ്മൾ ശരിയാണ് എന്ന് വിശ്വസിച്ചിരുന്ന പലതും തെറ്റാണെന്നും, തെറ്റാണെന്ന് വിശ്വസിച്ചിരുന്ന പലതും ശരിയാണെന്നും ചില സന്ദർഭങ്ങളിൽ നമുക്ക് ജീവിതം കാട്ടിത്തരാറുണ്ട്. ശരിക്കും തിരിച്ചറിവുകൾ യഥാർത്ഥ ജീവിത പാഠങ്ങളിൽ നിന്ന് മാത്രമേ ഉൾക്കൊള്ളാനാവൂ. താങ്ക് യു.